വെൽക്കം ഓൾ. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ പറഞ്ഞിരുന്നത് ബ്രെഡ് ബോർഡ്, ഡിജിറ്റൽ IC ട്രെയിനർ ഇവയെ പറ്റിയൊക്കെയാണ്. ഈ സെഷനിൽ ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെൻറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള വെരിഫൈ ദ ലോജിക് ബിഹേവിയർ ഓഫ് വേരിയസ് IC ഗേറ്റ്സ്, അതിൽ ആദ്യത്തേത് 7432 എന്ന OR ഗേറ്റ് ICയെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 7432 എന്ന് പറയുന്ന IC പാക്കേജുകളിൽ ICയുടെ വ്യൂ ഈ തരത്തിലുള്ള ഒരു 14 പിൻ IC ആണ് 7432. ഈ 14 പിൻ ഡിപ്പ് എന്നാണ് അതിന് പറയുന്നത്. ഡുവൽ ഇൻലൈൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ 2 ലൈനുകളിൽ ആണ് ഈ ICയുടെ പിൻസ് കാണുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് 7ഉം മറ്റൊരു ഭാഗത്ത് 7ഉമായിട്ടുള്ള ഇത് വരുന്നത്. ഇതിൽ ICയെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലൊരു കട്ടിങ് അതിൽ കാണാം. ഇതിൻ്റെ നോച്ചായിട്ട് അതല്ലെങ്കിൽ ഒരു ഹോളോടുകൂടിയുള്ള ഒരു പഞ്ച് മാർക്ക് കാണും. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് പിൻ നമ്പർ 1 കൺസിഡർ ചെയ്യും, 2 അങ്ങനെ അപ് ടു 7 വരെ ഒരു ഭാഗത്ത്, 7ൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 8, 9 അങ്ങനെ അപ് ടു 14 വരെ മറ്റൊരു ഭാഗത്ത്. ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ കണക്ഷൻസ്. 1 to 7 ഒരു ഭാഗത്ത്, ഓപ്പോസിറ്റ് 8 അപ് ടു 14. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഈ ICയുടെ സ്പെക്കിൽ കോഡ് 2 ഇൻപുട്ട് OR ഗേറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ OR ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു OR ഗേറ്റിനും ഒരു ഔട്ട്പുട്ട് പോയിന്റ് ആണ് ഉണ്ടാവുക. ഇൻപുട്ട് 2ഓ അതിലധികമോ വരാം. ഇവിടെ 7432 എന്ന് പറയുന്ന ICക്കകത്തുള്ള ഒരു ഗേറ്റിൽ 2 ഇൻപുട്ടാണ് വരുന്നത്. ഈ പാക്കേജിൽ ഇവിടെ 4 ഗേറ്റുകൾ കാണിച്ചിട്ടുണ്ട്. അതാണ് കോഡ് എന്ന വാക്ക് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് പറയുന്നത്. 4 2 ഇൻപുട്ട് ലോജിക് OR ഗേറ്റ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 74 എന്ന് പറയുന്ന സീരീസ് TTL എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട IC ആണ്. ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് 7432. അതുകൊണ്ട് ഇതിന് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇത് സപ്ലൈ വോൾട്ടേജ് നമ്മൾ +5 വോൾട്ട് സപ്ലൈ ആണ് ഡിജിറ്റൽ ട്രെയിനറുകളിൽ നിന്ന് ഇതിന് കൊടുക്കേണ്ടത്. അപ്പോൾ കണക്ഷൻസ് വരുന്നത് ഇതൊക്കെയാണ്. +VCC പിൻ നമ്പർ 14ലേക്ക് കണക്ട് ചെയ്യണം. ഗ്രൗണ്ട് ടെർമിനലിൽ നിന്ന് പിൻ നമ്പർ 7ലേക്ക് കണക്ഷൻ വേണം. 2 ലോജിക് സ്വിച്ചുകളിൽ നിന്നായിട്ട് ഒരെണ്ണം പിൻ നമ്പർ 1ലേക്ക്, അതിന് സ്വിച്ച് A എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അടുത്തത് ലോജിക് സ്വിച്ചിൽ നിന്ന് പിൻ നമ്പർ 2ലേക്ക് കണക്ട് ചെയ്യണം. ആ സ്വിച്ചിന് B എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഫൈനലി ഇതിൻ്റെ ഔട്ട്പുട്ട് ICയുടെ പിൻ നമ്പർ 3യിൽ നിന്ന് ഒരു LED ലാമ്പിലേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ബാക്കി കണക്ഷൻസ് ഇവിടെ ഗേറ്റ്സ് വേറെയും വരുന്നുണ്ട്. 4, 5, 6 അതുപോലെ 8, 9, 10, 11, 12, 13 ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ICയുടെ വെരിഫിക്കേഷൻ നടത്താം. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് 1, 2, 3 വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വോൾട്ടേജസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു നേരത്തെ +5 വോൾട്ടാണ്. ഇതിൻ്റെ ടെക്നിക്കൽ ഡാറ്റയിൽ 5 വോൾട്ടാണ് ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഹൈ ലെവൽ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം 2 വോൾട്ട് എങ്കിലും വേണം. ലോ ലെവൽ എന്ന് പറയുന്നത് മാക്സിമം 0.8 മാത്രമേ പാടുള്ളൂ. ഇത് നമുക്ക് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത വെബ്സൈറ്റുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റുകളിലൊക്കെ ഇതിൻ്റെ സിമുലേഷൻ അവൈലബിൾ ആണ്, ട്രൂത്ത് ടേബിൾ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പിക്ചോറിയൽ വ്യൂവിൽ നമ്മളിതിൻ്റെ കണക്ഷൻസ് +VCC ആണ്. ഇത് പിൻ നമ്പർ 14ലും ഗ്രൗണ്ട് ആണ് ഈ എർത്ത് സിമ്പലോടുകൂടി കാണിച്ചിരിക്കുന്നത് പിൻ നമ്പർ 7. ഇവിടെ നമ്മൾ ഈ ഒരു ഗേറ്റ് എടുത്തിട്ടാണ് ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ബാക്കി ഏത് ഗേറ്റിലും ചെയ്യാമെന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ OR ഗേറ്റ് സിമ്പൽ, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ, ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടീഷൻ ഇവിടെയൊക്കെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബൈനറി
ആണ് റെപ്രസെൻ്റ് ചെയ്തിട്ട് എ ബി സ്വിച്ചിൻ്റെ കണ്ടീഷൻസ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ എന്നുള്ള റെപ്രസെൻറ്റേഷനിലാണ് ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ കണ്ടീഷൻ പറയുന്നതാണ് ദ ഔട്ട്പുട്ട് ഓഫ് ഓർ ഗേറ്റ് ഇസ് ഹൈ. ഹൈ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ ഹൈ എച്ച് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 റെപ്രസെൻ്റ് ചെയ്യാം. ഇത് വെൻ എനി ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഇസ് ഹൈ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് തരുന്നതാണ് ഓർ ഗേറ്റ് കണക്ഷൻ വരുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. എ എന്ന സ്വിച്ചിലും ബി എന്ന സ്വിച്ച് വഴിക്കും നമ്മൾ ഐ സികളിലേക്ക് ഫീഡ് ചെയ്യുന്നത് രണ്ടും 0 ആണ്, അതായത് ലോ ലെവൽ വോൾട്ടേജ് ആണ്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയിട്ടില്ല. ആ ഒരു കണ്ടീഷനിൽ ഇത് ഹൈ ആവില്ല, ഇത് ലോ ആയിരിക്കും, അതായത് 0 ആണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത കണ്ടീഷനിൽ A0 ആൻഡ് B1, ആ കണ്ടീഷനിലാകുന്ന സമയത്ത് ഇത് ഔട്ട്പുട്ട് 1 ആയിരിക്കും, അതായത് ഹൈ ലെവൽ ആയിരിക്കും അതിൻ്റെ കണ്ടീഷൻ. റിവേഴ്സിൽ നമ്മൾ എയിൽ 1ഉം ബിയിൽ 0ഉം കൊടുത്താലും ഇവിടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണ്, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഉണ്ട്. ഇനി രണ്ടിലും 1 ആണെങ്കിൽ, അതായത് രണ്ടിലും ഹൈ ആണെങ്കിൽ, ആ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണ്, ആ കണ്ടീഷനിൽ നമുക്കിത് ഔട്ട്പുട്ട് ഹൈ എന്നുള്ള റേഞ്ചിലായിരിക്കും വരുന്നത്. ബൈനറി 1 എന്നുള്ള രീതിയിലാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സിമുലേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഇത് ഗേറ്റ്സിന് ഇവിടെ പോസിറ്റീവ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് ഹൈ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ LED ഇവിടെ ഗ്ലോ ചെയ്തതായിട്ട് കാണിച്ചിട്ടില്ല, ഇത് ഓഫ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇത് സിമുലേഷൻ നമുക്ക് ഈ സ്വിച്ച് കണക്ഷൻ കൊടുത്തത് മനസ്സിലാക്കാം. ഈ സിമുലേഷനിൽ IC ചിപ്പിനുള്ള പോസിറ്റീവ് ഗ്രൗണ്ട് പ്രധാന ഇത് കാണിച്ചിട്ടില്ല. ലോജിക് ഗേറ്റ്സിൻ്റെ സിമുലേഷൻ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 0 എന്ന കണ്ടീഷനാണ്, LED ഓഫ് കണ്ടീഷനിലാണ്. ഇനി A0ഉം B1ഉം ആവുകയാണെങ്കിൽ ഈ കണ്ടീഷനിലേക്ക് ഇത് ആണ് വരുന്നത്, A0 ആൻഡ് B1. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇവിടെ LED ഇത് ഗ്ലോ ആണ് ആവുന്നത്. തിരിച്ച് A1ഉം B0 ആണെങ്കിലും ഇവിടെ LED ഗ്ലോ ചെയ്യുന്നുണ്ട്. അതേപോലെ A1 ആൻഡ് B1 ഈ കണ്ടീഷനിലും ഇവിടെ LED ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ടൈപ്പ് സിമുലേറ്റേഴ്സിനെ പറ്റിയിട്ട് ഇതിലുള്ളത്. സൈറ്റുകളിൽ വ്യത്യസ്ത സിമുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. കുറേയും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റ് സിമുലേറ്ററുകൾ ഇതിലുണ്ട്. ഇതുപോലെ ധാരാളം സിമുലേറ്റേഴ്സ്, ലോജിക് ഗേറ്റ് സിമുലേറ്റേഴ്സ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട്, വെബ്സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ധാരാളം സിമുലേറ്ററുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഈ ലോജിക് ഗേറ്റ് സിമുലേറ്ററുകളിൽ ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നത് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്, ഇവിടെ നോഡ് ആഡ് ചെയ്യാനുള്ള വ്യത്യസ്ത പോയിന്റ്സ് ഉണ്ട്. അതിൽ ഇൻപുട്ടാണ് ഇവിടെ വരുന്നത്. ഈ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗേറ്റും ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഓൺ ഓഫിൻ്റെ പ്രത്യേകത ഒരു സിംഗിൾ ക്ലിക്കിൽ ഓണും അടുത്ത ക്ലിക്കിൽ ഓഫുമാണ്. അതിനനുസരിച്ച് തന്നെ ഇവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓഫാണ്. ഒരു ക്ലിക്കിൽ ഓൺ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഒരു യെല്ലോ കളറിൽ ലൈറ്റ് ഇൻഡിക്കേഷൻ ഇത് കാണിക്കുന്നുണ്ട്. അടുത്ത ക്ലിക്കിൽ ഇത് ഓഫായിട്ടാണ് കാണിക്കുന്നത്. ഓർ ഗേറ്റ് നമുക്ക് സിമുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള 2 സ്വിച്ചുകൾ വേണം, 2 ഇൻപുട്ട് വേണം. അപ്പോൾ ഒരു നോഡ് ആഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിത് ഇവിടേക്ക് വെക്കാം. പിന്നെ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആയി കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഗേറ്റ് ആണ്. ഇവിടുത്തെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമുക്ക് ഓർ ഗേറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ടിത് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ നോഡ് നമുക്കത് അവിടെ കിട്ടും. ഇത് ഇവിടേക്ക് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർ ഗേറ്റായി. ഇനി ഇതിന് കണക്ഷൻ കൊടുക്കാവുന്ന ഒരു സൗകര്യം ഇതിലുണ്ട്. A എന്ന് പറയുന്ന സ്വിച്ചിൽ നിന്ന് ഇതിൻ്റെ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടിലേക്കും B എന്ന് പറയുന്ന ഒരു സ്വിച്ചിൽ നിന്ന് നമുക്ക് ഗേറ്റിൻ്റെ അടുത്ത ഇൻപുട്ടിലേക്കും കൊടുക്കാം. ഔട്ട്പുട്ട് പോയിന്റിനെ നമുക്ക് ഔട്ട്പുട്ട് ടെർമിനൽ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതോടുകൂടി ഓർ ഗേറ്റിൻ്റെ കണ്ടീഷൻ ഇവിടെ കംപ്ലീറ്റ് ആവും. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കാണിച്ചിട്ടില്ല ഈ സിമുലേഷനിൽ.
ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഇതിവിടെ ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ട് സ്വിച്ചും ഓഫ് പൊസിഷനിലാണ്, 0 കണ്ടീഷനിലാണ്. ഇനി A0ഉം B1ഉം ആക്കി കഴിഞ്ഞാൽ ബിയുടെ ചുറ്റും ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം ഔട്ട്പുട്ടിന് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കണ്ടീഷനുണ്ട്. തിരിച്ച് റിവേഴ്സ് ആകുന്ന സമയത്ത് A1ഉം B0 ആണെങ്കിലും ഔട്ട്പുട്ടിൽ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇനി A1ഉം B1ഉം ആയാലും ഔട്ട്പുട്ടിൽ ഇൻഡിക്കേഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന വ്യൂ എന്ന് പറയുന്നത് 7432 എന്ന് പറയുന്ന ഈ ഐ സിയുടെ കണക്ഷൻസ് അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് സിമുലേഷൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അടുത്ത സെഷനിൽ നമുക്ക് ട്രെയിനറിൽ ഇത് പ്രാക്ടിക്കലായിട്ട് അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഇതാണ് ഇവിടെ എക്സ്പ്ലനേഷനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.